ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നസ്. ഞാനിന്ന് നിങ്ങൾക്ക് കൂടുതലും ആൺകുട്ടികളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 4 പ്രധാന ഗ്രൂമിംഗ് മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. അതായത് ഈ കാര്യങ്ങളിൽ ബോയ്സ് തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഗേൾസ് ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ്, എന്നാൽ ആൺകുട്ടികൾ ഈ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇതൊരു വലിയ കാര്യമാണെന്ന് പോലും വിചാരിക്കുന്നില്ല. എന്നാൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ വരും. ഭാവിയിൽ നിങ്ങളിത് മാറ്റുവാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾക്കിത് റിക്കവറി ചെയ്യുവാൻ പറ്റാത്തൊരവസ്ഥയും വരും. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് റിഗ്രറ്റ് ആകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 4 ഗ്രൂമിംഗ് മിസ്റ്റേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്യൂ. കമന്റ് സെഷനിൽ പറയൂ, ഈ പറയുന്നതിൽ ഏത് മിസ്റ്റേക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന്. ഇത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ, ഞാനത് പഠിച്ചു നോക്കാം. ഏത് കാര്യത്തിലാണോ കൂടുതൽ വോട്ടിംഗ് വരുന്നത് അതേക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് സൈഡിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പലരുടെയും ശരീരത്തിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ചില സീസണിൽ നോക്കുമ്പോൾ നമ്മളുടെ പുറകുവശത്ത് ചെറിയ പിമ്പിൾസ് മാതിരി, അല്ലെങ്കിൽ അഗ്നെ മാതിരി, അല്ലെങ്കിൽ അൺഈവൺ സ്കിൻ ടോൺ, ഡാർക്ക് സ്പോട്ട്, ഇങ്ങനെയുള്ള അടയാളങ്ങളെല്ലാം കാണാറില്ലേ? നിങ്ങൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പുറത്ത് ഇങ്ങനെയെല്ലാം കാണപ്പെടുന്നുണ്ടാവും. ശരി, ഇതിന് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ പുറകുവശം വളരെ കൂടുതൽ വിയർക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പർ ഏരിയയിലും സൈഡിലും പുറത്തെല്ലാം ഒരുപാട് വിയർക്കും. ഇത് നമുക്ക് സംഭവിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ കൂടുതലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാരണത്താൽ ആ ഭാഗങ്ങളിലെല്ലാം ബാക്ടീരിയാസ് പെരുകുവാനുള്ള കാരണം കൂടുതലായിരിക്കും. കുളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിലും ശരി, ബോഡി ലോഷൻ യൂസ് ചെയ്യുകയാണെങ്കിലും ശരി, കുളിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളെ ബാക്ക് വശത്തൊന്നും എത്തുന്നില്ല. സോപ്പ് എത്തുന്നില്ല, സോപ്പ് ലോഷനും എത്തുന്നില്ല. അത് കാരണത്താൽ ആ ഭാഗങ്ങളെല്ലാം ശരിയായിട്ട് ക്ലീൻ ആവുകയുമില്ല. അത് കാരണത്താൽ ആ ഭാഗത്തുള്ള ബാക്ടീരിയസ് എല്ലാം പോകാതെ അത് അവിടെ തന്നെ തങ്ങി നിൽക്കും. ആ ബാക്ടീരിയാസ് ആണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കോട്ടൺ തുണിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഈ തുണിയെ നിങ്ങൾ സെപ്പറേറ്റ് ആയി എടുത്തു വെച്ചോളൂ. ആ തുണിയുടെ മിഡിൽ പോർഷനിൽ നിങ്ങൾ സോപ്പ് ലോഷനോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. നിങ്ങൾ സാധാരണ സോപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സോപ്പ് ലോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കണം ഇങ്ങനെ കോട്ടൺ തുണിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ തുണി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കൈ എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലെല്ലാം സ്ക്രബ് ചെയ്യുവാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആ സ്ഥലങ്ങളിലെല്ലാം ബാക്ടീരിയാസ് സ്വരൂപിക്കുന്നത് ഇല്ലാതെയാകും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ഗുണം ചെയ്യും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള വളരെയധികം രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല രഹസ്യങ്ങളെയും പുറത്തെടുക്കുവാൻ വേണ്ടിയിട്ട് ബ്രയാൻ വൈസ് എന്ന അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് വളരെയധികം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി നോക്കി. അത്തരം നിരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം, ഇത് വേൾഡിലെ ഒരു ബെസ്റ്റ് സെല്ലർ പുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിലെ ചില നിഗൂഢമായ രഹസ്യങ്ങളെ കണ്ടെത്തുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പുസ്തകം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ബുക്കിന്റെ ഓഡിയോ ബുക്ക് സമ്മറി ഈയിടെ എനിക്ക് കുക്കു എഫ് എമ്മിൽ നിന്ന് ലഭിച്ചു. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. കുക്കു എഫ് എമ്മിൽ ഇതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് അവൈലബിൾ ആണ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമുള്ള എണ്ണിയാലൊടുങ്ങാത്ത ഇത്തരം പുസ്തകങ്ങളുടെ കളക്ഷൻ നിങ്ങൾക്കൊരു മാസത്തിൽ വെറും 49 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് കുക്കു എഫ് എം നൽകുന്ന 50% 1 month സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. എന്നാൽ ഈ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ TGM50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്ന് മാത്രം. അറിവിന്റെ ലോകത്തിലേക്ക് ചുവടുവെച്ച് സ്വന്തം ജീവിതം തന്നെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ചെറിയ എന്നാൽ ഗ്രേറ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ വെക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു എഫ് എമ്മിന്റെ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കണം. അതിനുശേഷം തിരിച്ച് വീഡിയോയിലേക്ക് വരും. സെക്കൻഡ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിന്റെ പിറകുവശമാണ്. ബോയ്സിന്റെ ഹെയർ കട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നെക്ക് മറയ്ക്കുന്ന തരത്തിലുള്ള ഹെയർ ആർക്കും ഉണ്ടാവുകയില്ലല്ലോ. ലോങ് ഹെയർ വെച്ചിട്ടുള്ളവരും ഉണ്ട്, അവർ വേറെ രീതിയിലായിരിക്കും സ്റ്റൈൽ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പലപ്പോഴും പുറത്തിറങ്ങി നടക്കും, പൊല്യൂഷനിലുണ്ടായിരിക്കും, നാട് ചുറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരിക്കും. ആ സമയത്തെല്ലാം നമ്മുടെ കഴുത്തിന്റെ പിൻഭാഗം എക്സ്പോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഒരു കവറിങ്ങും ഇല്ല, അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കാരണത്താൽ അവിടെ സൺ ടാൻ ഉണ്ടാകാനും ഡൾനെസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ തന്നെ ഒരുപാട് പേരുടെ കഴുത്തിൽ കണ്ടിട്ടില്ലേ, അവരുടെ കഴുത്തിന്റെ പിറകുവശം ഇങ്ങനെ ഡാർക്ക് ആയിട്ടുണ്ടാവും. എന്നാൽ ഒരു കാര്യം പറയാം, കഴുത്തിലൊരു ചെറിയ ഡാർക്ക്നെസ് നോർമലാണ്. അത് എല്ലാവരുടെ കഴുത്തിലും കോമൺ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ അത് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ, കാണുമ്പോൾ തന്നെ വളരെ പ്രത്യേകിച്ച് കാണപ്പെടുന്നുവെങ്കിൽ, അപ്പോഴാണ് അത് കാര്യമായി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ 30 FPS മുകളിലുള്ള ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ നിങ്ങൾ വാങ്ങുക. ആ സൺസ്ക്രീൻ നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് കഴുത്തിന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കഴുത്തിന്റെ പിറകുവശത്ത് ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് വളരെ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമായിട്ട് മാറും. അതുകൊണ്ട് ഇതിൽ വളരെയധികം ശ്രദ്ധിക്കൂ. മിസ്റ്റേക്ക് നമ്പർ 3 എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോട്ട് യൂസിങ് ബോഡി ലോഷൻ. ഇന്നത്തെ കാലത്ത് വളരെ കുറച്ചു പേർ മാത്രമേ കുളിച്ചതിന് ശേഷം ബോഡി ലോഷൻ ഉപയോഗിക്കുന്ന ശീലമുള്ളവരുള്ളൂ. ഈ കാര്യം പെൺകുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാൽ ആൺകുട്ടികൾ ഇതിൽ ശ്രദ്ധിക്കുന്നേയില്ല. നിങ്ങൾ നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യാൻ ആരംഭിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന്റെ ക്വാളിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. പുരുഷന്മാരുടെ കൈകൾ പെൺകുട്ടികളുടെ കൈകളിലേക്കാൾ കുറച്ചുകൂടെ റഫാണല്ലോ.
ഇത് കുറച്ചൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ ഒട്ടും ബോഡി ലോഷൻ ഉപയോഗിക്കുന്ന ശീലമേ ഇല്ലെങ്കിൽ ഇത് കൂടുതലായിരിക്കും. ഇങ്ങനെ ബോഡി ലോഷൻ യൂസ് ചെയ്യാത്തത് കാരണത്താൽ സ്കിന്നിന്റെ ടെക്സ്ചർ എല്ലാം മാറിപ്പോകും. ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ശരിയാകും, സോഫ്റ്റ് ആകും, നിങ്ങളുടെ സ്കിന്നിലെ മോയ്സ്ചറൈസർ ലെവൽ മെയിൻറ്റെയിൻ ആകും, പ്രോപ്പർ ആയിട്ടുള്ളൊരു ഹൈഡ്രേഷനും ലഭിക്കും. ഇതിലൂടെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അൺഈവൺ സ്കിൻ ടോൺ ഇതെല്ലാം നമുക്ക് പരിഹരിക്കുവാനും കഴിയും. ഈ ഒരു പൊല്യൂഷൻ നിറഞ്ഞ കാലഘട്ടത്തിൽ ബോഡി ലോഷൻ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ കൂടുതലും പുറത്തിറങ്ങി നടക്കുന്ന പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ നടക്കുന്ന ശീലമുണ്ട്. കുളിച്ചതിന് ശേഷം എല്ലാ ദിവസവും ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്ന ശീലമുണ്ടാക്കൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ബോഡി ലോഷൻ യൂസ് ചെയ്യൂ. വീക്കിലി 3 ടൈംസ് എങ്കിലും നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് സാരം. ഇത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ബോഡി ലോഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, പരമാവധി അതൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. ശരിയായ ബോഡി ലോഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൂടെ ഉണ്ട്. നിങ്ങളുടെ സ്കിന്നിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ബോഡി ലോഷൻ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ബോഡി ലോഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം കേട്ടോ. ബട്ടർ, ഹണി ഇതുപോലെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ബോഡി ലോഷൻ സെലക്ട് ചെയ്താൽ വളരെ നല്ലത്. ഇത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ലെവൽ മെയിൻറ്റെയിൻ ആകും. അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള അൺവാണ്ടഡ് ഹെയർ ആണ്. എല്ലാവരുടെ കയ്യിലും ട്രിമ്മർ എന്നൊരു ഉപകരണം എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെല്ലാം ഒരൊറ്റ ട്രിമ്മറാണ് ഉണ്ടാവുകയുള്ളൂ. ആ ട്രിമ്മർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ മുഖത്തിലുള്ള ഹെയർ ട്രിമ്മിംഗ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്നാൽ അതേ ട്രിമ്മർ ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ബോഡിയിലെ പ്രൈവറ്റ് പാർട്സും ഷേവ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ഒരേ ട്രിമ്മർ തന്നെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ശീലം പൊതുവെ പലരിലും കാണപ്പെടാറുണ്ട്. പല ആളുകൾക്കും ബോഡിയിൽ ഹെയർ നിലനിർത്തുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ ഷേവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇതിലൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരേ ട്രിമ്മർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫേസിലും പ്രൈവറ്റ് പാർട്സിലും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് തെറ്റ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത്തരം ഷേവിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പ്രത്യേകം ട്രിമ്മർ വേറെ വാങ്ങി വെക്കണം. ഇത് ഒരുപാട് വിലയില്ലാത്ത ട്രിമ്മർ ആയാൽ കൂടെ കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാം ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ? വില കുറഞ്ഞ 200 രൂപ 300 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ട്രിമ്മറെങ്കിലും വാങ്ങി വെക്കണം. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ മുഖമല്ലാത്ത മറ്റു ഭാഗങ്ങളെല്ലാം ഷേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുവാനാണ്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതായത് മുഖത്ത് ഉപയോഗിക്കുന്ന ട്രിമ്മർ തന്നെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന മിസ്റ്റേക്ക് ചെയ്യരുത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഹെയർ എല്ലാം സൺലൈറ്റിലേക്ക് എക്സ്പോസ് ആകാത്ത ഏരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വിയർപ്പും കൂടുതലായിരിക്കും. അത് കാരണത്താൽ അവിടെ എല്ലാം ബാക്ടീരിയാസിന്റെ അളവും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരേ ട്രിമ്മർ തന്നെ എല്ലായിടത്തും ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്നുള്ള ബാക്ടീരിയസിനെ ഫേസിലേക്ക് കൊണ്ടുവരുവാൻ അത് കാരണമാകും. ഈ കാരണത്താൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കൂ. പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യാതിരിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അധികം വൈകാതെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.